ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഡോണ്ട് ബി ടു ഇമോഷണൽ എന്ന ഡ്രാമയുടെ എപ്പിസോഡ് 7 ആണേ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ജെയിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അവനാണെങ്കിൽ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം അവരാണെങ്കിൽ അവനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ അവനാണെങ്കിൽ ആ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് അകത്തോട്ട് പോവുകയാണ്. അപ്പം ഏകദേശം ഇപ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പി ജി ആണെങ്കിൽ അവൻ്റെ ലൈഫിൽ നിന്ന് പോയിട്ട് ഇപ്പം 5 വർഷമായി. അപ്പോൾ ആ ലേഡി ചോദിക്കുകയാണ്, നീ ഗ്രാജുവേറ്റ് ആയതിനു ശേഷം 2 വർഷം ബാങ്കിലല്ലായിരുന്നു വർക്ക് ചെയ്തത്, പിന്നെ എന്തിനാണ് ഈ ഒരു സെക്രട്ടറി പോസ്റ്റിലോട്ട് ഇപ്പോൾ അപ്ലൈ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്ക് കുറച്ചുകൂടെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഈ ജോബാണ്, അതുമാത്രമല്ല എനിക്ക് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാനും പറ്റുമെന്ന് അങ്ങനെ പറയുകയാണ്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, നിനക്ക് നമ്മുടെ കമ്പനീനെ പറ്റിയെല്ലാം അറിയാമല്ലോ എന്ന് ചോദിക്കുമ്പം അവൻ ആ ഒരു കമ്പനീനെ പറ്റിയിട്ട് എല്ലാം നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അവർക്ക്. എന്നിട്ട് അവനാണെങ്കിൽ ആ ഒരു ലേഡീനെ പറ്റി നന്നായിട്ട് തന്നെ പൊക്കി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നീ എന്നെപ്പറ്റി ഇങ്ങനെ പൊക്കി പറഞ്ഞാൽ നിനക്ക് ഈ ഒരു ജോബ് കിട്ടുമെന്നാണോ നീ വിചാരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അങ്ങനെയല്ല, ഞാൻ ശരിക്കും നിങ്ങളുടെ വർക്കൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ അവരാണെങ്കിൽ ചോദിക്കുകയാണ്, ഒരു സെക്രട്ടറി ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ വർക്ക് എങ്ങനെയായിരിക്കും ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എൻ്റെ അടുത്ത് ആര് ഹെൽപ്പ് ചോദിച്ചാലും എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞാൻ അവരെ സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ബോസ് എൻ്റെ അടുത്ത് എന്ത് പറഞ്ഞാലും അത് ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞാനത് ചെയ്തു കൊടുക്കുമെന്ന് അവൻ പറയുകയാണ്. അപ്പോൾ അവന് പെട്ടെന്ന് പി ജിയുടെ ഓർമ്മ വരുവാണ്. അപ്പോൾ പി ജി ആണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നീ എൻ്റേത് മാത്രമായിരിക്കണമെന്ന് ഇങ്ങനെ പറയുന്നതായിട്ട് അവനിങ്ങനെ അവിടെ ഇരുന്ന് ഇമാജിൻ ചെയ്യുവാണേ. അപ്പോൾ ഇവനാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് ചാടി എണ്ണീക്കുകയാണ്. ഇപ്പം ഇവനിങ്ങനെ എണ്ണീറ്റ് കണ്ടപ്പോഴത്തേക്ക് അവനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയത്, ഓക്കെ അല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നാൽ അവനാണെങ്കിൽ അവിടെ എല്ലാം ഇങ്ങനെ ചുറ്റി നോക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇല്ല ഓക്കെ ആണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം അവർ പറയുന്നുണ്ട്, ഇതണക്ക് ഇൻ്റർവ്യൂയുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇമെയിലായിട്ട് അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരുടെ ആ ഒരു ഇൻ്റർവ്യൂ അവിടെ കഴിയുന്നുണ്ടേ. അത് കഴിഞ്ഞ് അവനാണെങ്കിൽ വീട്ടിലെത്തുവാണ്. അപ്പം അവരാണെങ്കിൽ ചോദിക്കുന്നുണ്ട് അവൻ്റെ അടുത്ത്, ഇൻ്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുവാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അവരുടെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചുള്ളൂ, എൻ്റെ മുമ്പത്തെ വർക്ക് എക്സ്പീരിയൻസിനെ പറ്റിയോ അതേപോലെ തന്നെ അവരുടെ കമ്പനീനെ പറ്റിയെന്നൊക്കെ അങ്ങനെ പറയുകയാണ്. അപ്പോൾ അവൻ്റെ അമ്മയാണെങ്കിൽ അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇത്ര പെട്ടെന്ന് ബാങ്കിൽ നിന്ന് റിസൈനൊക്കെ കൊടുത്തത്, അത് നല്ലൊരു സ്റ്റേബിളായിട്ടുള്ളൊരു ജോലി അല്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പം അവൻ്റെ അനിയത്തിയാണെങ്കിൽ അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവൾ പറയുകയാണ്, ബാ ഇനി നമുക്ക് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ടേ. എന്നിട്ട് അവൻ പറയാണ്, ഇപ്പം 5 വർഷമായി പി ജി എന്നെ വിട്ട് പോയിട്ട്, ഈ ഒരു സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചേഞ്ച് ആയെന്ന് പറയാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ഞങ്ങളുടെ ഷോപ്പ് ഇപ്പോഴും വർക്കിംഗ് ആണ്, എന്നാൽ എൻ്റെ പേരൻസിന് ഇപ്പം പണ്ടത്തെ കണക്ക് അങ്ങനെ ഓടിച്ചാടി വർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അവർക്കിപ്പം കുറച്ച് ഏജ്ഡ് ആയെന്നൊക്കെ പറയാണ്. ജെറ്റാണെങ്കിൽ അമ്മയുടെ ആഗ്രഹപ്രകാരം ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ ഫാക്കൽറ്റിയിലാണ് ജോയിൻ ആയേക്കുന്നത്. അതിനുശേഷം അവനാണെങ്കിൽ അച്ഛനെ ഹെൽപ്പ് ചെയ്യുമെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ജീനാണെങ്കിൽ അവളുടെ ആ ഒരു എൻട്രൻസ് എക്സാം പാസ്സായി, ഇനിയിപ്പോൾ അവളുടെ ഫസ്റ്റ് സെമസ്റ്ററിലേക്കുള്ള ക്ലാസ്സിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അതേപോലെ തന്നെ അവളിപ്പോൾ ഒരു ലൈവ് സ്ട്രീം ഇൻഫ്ലുവൻസറും കൂടാന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവൻ പറയുകയാണ്, ഞാൻ വരയ്ക്കുന്ന കോമിക്സ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ നിർത്തി, അതെൻ്റെ ഡ്രീം ആണെങ്കിലും പക്ഷേ എനിക്ക് അതൊരു കരിയറാക്കി ചൂസ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റത്തില്ല, കാരണം എനിക്കെൻ്റെ ഫാമിലീനെ എനിക്ക് ടേക്ക് കെയർ ചെയ്യണമെന്നൊക്കെ അവൻ പറയുകയാണ്. ഞാൻ ഗ്രാജുവേറ്റ് ആയതിനു ശേഷം ഞാൻ ബാങ്കിൽ കയറി, എന്നാൽ അവിടുത്തെ വർക്ക് ലോഡൊക്കെ ഭയങ്കര ഹെവി ആയിരുന്നു, എനിക്ക് റെസ്റ്റ് എടുക്കാൻ പോലും സമയം കിട്ടത്തില്ലായിരുന്നു, അത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ജോബായിരുന്നു എന്ന് അവൻ പറയുകയാണ്. എന്നാൽ ചില ജോലികൾ എൻ്റേതല്ലെങ്കിൽ കൂടി അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ തന്നെ ഏറ്റെടുക്കേണ്ടി വരുമെന്നിങ്ങനെ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഗ്യാപ്പിൻ്റെ കോൾ വരുന്നത്. അപ്പോൾ ഗ്യാപ്പാണ് അവൻ തന്നെ വർക്ക് ചെയ്യുന്ന ഈ ഒരു കമ്പനി എനിക്ക് റെക്കമെൻഡ് ചെയ്തതെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഗ്യാപ്പ് ചോദിക്കുന്നുണ്ട്, ഇൻ്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പം അവനാണെങ്കിൽ പറയുന്നുണ്ട്, എനിക്കറിയത്തില്ല എനിക്കത് കിട്ടുമോ ഇല്ലയോ എന്ന്, കാരണം എനിക്ക് അവർക്ക് എന്നെ ഇഷ്ടമായോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ലല്ലോ എന്നൊക്കെ അവനിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ജെയിനാണെങ്കിൽ നമ്മുടെ പി ജിയുടെ അപ്പാർട്ട്മെൻറ്റിലോട്ട് വരുവാണേ. ഇപ്പം അവൻ ശരിക്കും നമ്മുടെ പി ജിനെ മിസ് ചെയ്യുന്നുണ്ടേ. എന്നിട്ട് അവൻ പറയുകയാണ്, ഇപ്പം എനിക്കറിയാം പി ജിക്ക് പുട്ടിൻ്റെ ആ ഒരു മരണമായിട്ട് യാതൊരു ബന്ധവും ഇല്ലായിരുന്നു, അതിൽ യഥാർത്ഥ പ്രതിനെ കണ്ടെത്തിയെന്നിങ്ങനെ പറയുകയാണ്. പി ജി എനിക്കൊരു ലെറ്ററും ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് തന്നിട്ടാണ് പോയത്, ഞാനിവിടെ ഇടയ്ക്കൊക്കെ വരാറുണ്ട്, കാരണം പി ജി എപ്പോഴെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നാലോ എന്നുള്ള ഒരു പ്രതീക്ഷ കൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരാറുണ്ടെന്ന് പറയുകയാണവൻ. എന്നിട്ട് അവൻ പറയുകയാണ്, പി ജിനെ എൻ്റെ ലൈഫിൽ നിന്ന് പോകാൻ പറഞ്ഞതിനെ ഓർത്ത് ഞാനിപ്പോൾ ശരിക്കും ഗിൽറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയുകയാണ് കേട്ടോ. ആ ഒരു ദിവസത്തിന് ശേഷം ഇപ്പോൾ 5 വർഷം കഴിഞ്ഞു പി ജി എൻ്റെ ലൈഫിൽ നിന്ന് പോയിട്ട്. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ പി ജിനെ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് അവൻ അവിടെ കിടന്നുകൊണ്ട് അവരൊന്നിച്ചുണ്ടായിരുന്ന ഓരോ മൊമെൻറ്റ്സും അവനിങ്ങനെ ഓർത്ത് സങ്കടപ്പെടുവാണേ. പി ജിനെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല, പി ജി എവിടെ പോയെന്നും എനിക്കറിയില്ല എന്ന് പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്കൊരിക്കലും എൻ്റെ ഫുൾ കോൺഫിഡൻസോടെ പി ജി ഒരു നല്ല ആളാണെന്ന് എനിക്ക് പറയാനായിട്ട് പറ്റിയിട്ടില്ല, എന്നാൽ ഞാൻ പി ജിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് അന്ന് തൊട്ട് ഇന്ന് വരെ എന്നിങ്ങനെ പറയാണ് കേട്ടോ. അതേപോലെ പി ജി എന്നെ മറന്നു കാണത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ കിടന്ന് ശരിക്കും സങ്കടപ്പെടുവാണേ. അതിനുശേഷം ജെയിനും അവൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ അവിടെ ഇരുന്നിട്ട് അവൻ്റെ ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് എന്തായെന്ന് ഇങ്ങനെ നോക്കുവാണ് കേട്ടോ.
അങ്ങനെ ജെയിനാണെങ്കിൽ ആ ഒരു എക്സിക്യൂട്ടീവ് സെക്രട്ടറി എന്നുള്ള ആ ഒരു പൊസിഷനിലോട്ട് സെലക്ട് ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതറിയുന്നതും അവരെല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ അങ്ങ് ബഹളം വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവരാണെങ്കിൽ ഡ്രിങ്കൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്യാപ്പാണെങ്കിൽ പറയുകയാണ്, ഫൈനലി നമ്മൾ രണ്ടുപേരും ഒരു കമ്പനിയിൽ തന്നെ വന്നല്ലോ, എന്തായാലും 2 ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും സാരമില്ല, എന്തായാലും നമ്മൾ ഒരു കമ്പനിയിൽ തന്നെ അല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ജെയിനാണെങ്കിൽ അവനോട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. അപ്പം ജെയിനാണെങ്കിൽ ഗ്യാപ്പിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അവൻ്റെ പുതിയ ബോസായിട്ടുള്ള ലിലാക്കിനെ പറ്റിയിട്ട്, നിനക്ക് അവനെ പറ്റിയിട്ട് എന്തറിയാമെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം ഇത് കേട്ടതും ഗ്യാപ്പാണെങ്കിൽ പറയാണ്, ഇല്ല എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറയാണ് കേട്ടോ അവൻ. അപ്പോൾ ഗ്യാപ്പാണെങ്കിൽ പറയുന്നുണ്ട് അവരെ ആരും ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം അവനാണെങ്കിൽ ചോദിക്കുന്നത് അതെന്താണെന്ന് ചോദിക്കുമ്പം അവൻ പറയാണ് അവർ US-ലായിരുന്നു, അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അവരെല്ലാം മാനേജ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറയാണ്. മിസ് റിൻ പറഞ്ഞതനുസരിച്ച് അവർ ശരിക്കും ഒരു ക്യാപ്പബിൾ ആയിട്ടുള്ളൊരു വുമൺ ആകാനാണ് സാധ്യതയെന്ന് ഇങ്ങനെ പറയാണ്. അപ്പോൾ ആ പെണ്ണ് ചോദിക്കുന്നുണ്ട് നിനക്കതൊരു ലേഡിയാണെന്ന് എങ്ങനെ മനസ്സിലായെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവനാണെങ്കിൽ പറയുന്നുണ്ട് അത് ആ ഒരു പേര് കേൾക്കുമ്പം അങ്ങനെയല്ലേ തോന്നുന്നത്, എനിക്ക് തോന്നുന്നത് അവർ ശരിക്കും ഭയങ്കര ഓൾഡ് ആയിട്ടുള്ളൊരു ലേഡിയാണെന്നാണ് എനിക്ക് തോന്നിയതെന്നൊക്കെ അവനിങ്ങനെ പറയാണ്. അപ്പോൾ ആ പെണ്ണാണെങ്കിൽ പറയുന്നുണ്ട് ഗ്യാപ്പിൻ്റെ അടുത്ത്, നീ എന്തായാലും സൂക്ഷിച്ചോ, ജെയിനാണെങ്കിൽ അവൻ്റെ ബോസിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ട് നിന്നെ ഫയർ ചെയ്യാനൊക്കെ പറ്റുമെന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പം അവനാണെങ്കിൽ പറയുന്നുണ്ട് അവനങ്ങനൊന്നും ചെയ്തില്ല, അവൻ എന്നെ ഇഷ്ടമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവരെല്ലാവരും കൂടെ അവരൊന്ന് എൻജോയ് ചെയ്യുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് വാഷ്റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നതും അവൻ കാണുന്നത് അവിടെ PJ നിൽക്കുന്നതാണ്. അപ്പോൾ PJനെ കണ്ടതും അവനങ്ങ് ശരിക്കും ഹാപ്പി ആവുന്നുണ്ട്. എന്നാൽ പെട്ടെന്നാണ് ഒരാൾ വന്ന് അവനെ ഇങ്ങനെ തട്ടുന്നത്. അപ്പം അത് കഴിഞ്ഞ് അവനാണെങ്കിൽ അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും അവിടെ PJനെ കാണുന്നില്ല. അപ്പോൾ അവന് ശരിക്കും അങ്ങ് സങ്കടം ആവുന്നുണ്ടേ. അങ്ങനെ ആ ഒരു സീൻ അവിടെ കട്ടാകുമ്പോൾ പിന്നെ കാണിക്കുന്നത് ജെയിനാണെങ്കിൽ കമ്പനിയിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പം ആ റിൻ എന്ന് പറഞ്ഞ ആ ഒരു ലേഡി ആണെങ്കിൽ ജെയിനിനെ അവൻ്റെ ആ ഒരു ടീം മെമ്പേഴ്സിനൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് നീ സ്യൂവിൻ്റെ അടുത്തും അതേപോലെ തന്നെ ബിഗിൻ്റെ അടുത്തും ചോദിച്ചാൽ മതി, അവർ നിനക്ക് ചെയ്തു തരുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഗ്യാപ്പ് കയറി വരുന്നത്. അപ്പോൾ ഗ്യാപ്പിനെ കാണുന്നത് നമ്മുടെ ജെയിനിന് ഒരുപാട് സന്തോഷമാവുകയാണ്. അപ്പം ഗ്യാപ്പാണെങ്കിൽ പറയുന്നുണ്ട് നിൻ്റെ ഈ ഒരു ലുക്ക് കൊള്ളാൻ സൂപ്പറായിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ്. അപ്പം ജെയിനാണെങ്കിൽ പറയുന്നുണ്ട് അതിന്ന് എൻ്റെ ഫസ്റ്റ് ഡേ അല്ലേ എന്നൊക്കെ ഇങ്ങനെ അവൻ പറയുകയാണ്. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ലിലാക്ക് എന്ന് പറഞ്ഞ ആ ഒരു ലേഡി കയറി വരുവാണ്. അപ്പം ജെയിനാണെങ്കിൽ പറയുന്നുണ്ട് മിസ് ലിലാക്ക്, ഞാനാണ് നിങ്ങളുടെ പുതിയ സെക്രട്ടറി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അവർ പറയുകയാണ് സോറി ഞാൻ ലിലാക്കല്ല, എൻ്റെ പേര് റോസ് എന്നാണെന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പം ഇത് കേൾക്കുന്നതും അവർ ചെറുതായിട്ടൊന്ന് ചമ്മുന്നുണ്ട് കേട്ടോ. ഞാനാണ് അദ്ദേഹത്തിൻ്റെ ലീഗൽ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, എന്തായാലും നിങ്ങളെ കണ്ടതിൽ സന്തോഷം എന്നിങ്ങനെ പറയാണ്. അപ്പോഴാണ് നമ്മുടെ യഥാർത്ഥ CEO ആയിട്ടുള്ള ലിലാക്കിൻ്റെ എൻട്രി. അപ്പോൾ അത് വേറെ ആരുമല്ല, നമ്മുടെ PJ ആണേ. അപ്പോൾ PJയുടെ ആ ഒരു മാസ്സായിട്ടുള്ള ആ ഒരു എൻട്രി കണ്ട് നമ്മുടെ ജെയിനാണെങ്കിൽ ശരിക്കും ഷോക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ PJയുടെ ഈ ഒരു എൻട്രി നിങ്ങൾ കാണേണ്ടത് തന്നെയാണ് കേട്ടോ, അത്രയ്ക്കും സൂപ്പറായിട്ടൊരു സീനാണ് ഇത്. അങ്ങനെ PJ ആണെങ്കിൽ വന്നിട്ട് നമ്മുടെ ജെയിനിനെ ഒന്ന് നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും റോസ് എന്ന് പറഞ്ഞ ഒരു ലേഡി പറയുന്നുണ്ട് സാറ് പറഞ്ഞ ഡോക്യുമെൻറ്റ് ഞാനവിടെ ഓഫീസിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പം അവനാണെങ്കിൽ പറയുന്നുണ്ട് നിങ്ങളും കൂടെ വരാൻ പറയുന്നുണ്ട് ഓഫീസിൽ. എന്നിട്ട് പറയുന്നുണ്ട് നീയും കൂടെ വാ ജനയിലെന്നിങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ PJയുടെ ഈ ഒരു ലുക്കൊക്കെ കണ്ടിട്ട് മൊത്തത്തിൽ കിളി പോയിട്ട് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ ഗ്യാപ്പും ജെയിനും. അങ്ങനെ അവനാണെങ്കിൽ അകത്തോട്ട് ഓഫീസിലോട്ട് അങ്ങ് പോകുന്നുണ്ടേ. എന്നിട്ട് ആ ലേഡി പറയുന്നുണ്ട് സാറ് പറഞ്ഞ ഡോക്യുമെൻറ്റ് ഇതാണ്, ഞാനെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, സാറിനി അതൊന്ന് സൈൻ ചെയ്താൽ മാത്രം മതി എന്ന് പറയണം. അങ്ങനെ അവനാണെങ്കിൽ അത് സൈൻ ചെയ്ത് അങ്ങ് കൊടുക്കുന്നുണ്ട്. അപ്പം അവരാണെങ്കിൽ അതുമായിട്ട് അങ്ങ് പോകുന്നുണ്ടേ. എന്നിട്ട് ജെയിനാണെങ്കിൽ പറയുന്നുണ്ട് ഹലോ PJ എന്നിങ്ങനെ പറയണം. എന്നിട്ട് അവൻ മിസ്റ്റർ ലിലാക്ക് എന്നിങ്ങനെ മാറ്റി വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഞാനാണ് നിങ്ങളുടെ പുതിയ സെക്രട്ടറി എന്ന് പറയാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട് ഞാൻ നിൻ്റെ റെസ്യൂമെ കണ്ടായിരുന്നു, അതേപോലെ നീ എന്നെ PJ എന്ന് തന്നെ വിളിച്ചാൽ മതി, ഈ ഒരു പേര് ഞാൻ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് ജസ്റ്റ് യൂസ് ചെയ്യുന്നതെന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവൻ ഓക്കെ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ് അപ്പോൾ എനിക്ക് ഈ ഒരു ജോബ് കിട്ടിയതെന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും PJ ആണെങ്കിൽ പറയുന്നുണ്ട് നീ വെറുതെ ഓരോന്ന് ആലോചിച്ചൊന്നും കൂട്ടണ്ട, ഞാൻ കാരണമൊന്നുമല്ല നിനക്ക് ഈ ഒരു ജോബ് കിട്ടിയത്, നിന്നെ ഇൻ്റർവ്യൂ ചെയ്തവർക്ക് നീ ക്യാപ്പബിൾ ആണെന്ന് മനസ്സിലായതുകൊണ്ടാണ് നിനക്കിത് കിട്ടിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജെയിനാണെങ്കിൽ ചോദിക്കുന്നുണ്ട് ഇത്രയും നാളും എവിടെയായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പം അവൻ പറയുന്നുണ്ട് ഞാൻ US-ലായിരുന്നു, അവിടുന്ന് ഗ്രാജുവേറ്റ് ആയതിനു ശേഷം ഞാൻ ബിസിനസ്സിലോട്ട് ഇറങ്ങി എന്നിങ്ങനെ പറയുകയാണ്. പിന്നെ ഇങ്ങോട്ടേക്ക് ഞാൻ വന്നത് എനിക്കിവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്തു തീർക്കാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകാനായിട്ട് പോകുമ്പോഴത്തേക്കും PJ ആണെങ്കിൽ അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നീ എൻ്റെ ആ ഒരു അപ്പാർട്ട്മെൻറ്റിലോട്ട് പോകാറുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് പോകുമെന്ന് പറയുകയാണ്. അപ്പം PJ ചോദിക്കുന്നുണ്ട് ഞാൻ നിനക്ക് വേണ്ടി വെച്ച ആ ഒരു ലെറ്റർ നീ വായിച്ചായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ സോറി പറയുന്നുണ്ട് PJയുടെ അടുത്ത്, ഞാൻ നിങ്ങളെ വിശ്വസിക്കാതിരുന്നതിൽ, ഇപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ എങ്ങനെയുള്ള ആളാണെന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും അവൻ പറയുന്നുണ്ട് എനിക്കിപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ട് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അത് കേട്ടതും അവനാണെങ്കിൽ പോകാനായിട്ട് പോകുന്നുണ്ട്. അപ്പം PJ ആണെങ്കിൽ പറയുന്നുണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും ഫസ്റ്റ് റൂള് സെയിം തന്നെയാണെന്ന് പറയുന്നുണ്ട്, ഒരുപാട് അങ്ങ് ഇമോഷണൽ ആവരുതെന്ന് പറയാണ്. അപ്പോൾ ഇത് കേട്ടതും വേറൊന്നും പറയാതെ അവനാണെങ്കിൽ പറയുന്നുണ്ട് നിങ്ങളെ വീണ്ടും കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് PJ എന്നിങ്ങനെ പറയാണ്. അങ്ങനെ അതും പറഞ്ഞ് അവനാണെങ്കിൽ പുറത്തോട്ടങ്ങ് ഇറങ്ങി വരുവാണ്. അപ്പം അവൻ പുറത്ത് വരുമ്പോഴത്തേക്കും അവരാണെങ്കിൽ ചോദിക്കുന്നുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു മിസ്റ്റർ ലിലാക്ക്, ആളെങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്.
അപ്പോൾ അവൻ പറയാണ് ആൾ ഇച്ചിരി സ്ട്രിക്റ്റും ആണ് അതേപോലെ തന്നെ കൈൻഡും ആണെന്ന് ഇങ്ങനെ പറയണം. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് കൈൻഡാണോ സ്ട്രിക്റ്റ് ആണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതിലേതാണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല എന്ന് പറയാണ്. എന്നിട്ട് ഇവർ പറയാണ് നമ്മുടെ CEO എന്തൊരു ഹാൻസം ആണ്, ഭയങ്കര കൂളാണല്ലേ എന്നൊക്കെ പറയാണ്. എന്നിട്ട് അവൻ്റെ അടുത്ത് പറയുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചാൽ മതി കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊക്കെ ഒരു ഫാമിലി അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെയാണെങ്കിൽ വെൽക്കം ഒക്കെ ചെയ്യുന്നുണ്ടേ. അങ്ങനെ നമ്മുടെ ജെയിൻ ആണെങ്കിൽ വർക്കിൽ കയറിയിരിക്കുവാണ് കേട്ടോ. എന്നിട്ട് ആ ഒരു ദിവസത്തെ PJയുടെ ഷെഡ്യൂളും കാര്യങ്ങളും എല്ലാം അവൻ പറയുന്നുണ്ട് ഇങ്ങനെ. അത് കഴിഞ്ഞ് അവരിങ്ങനെ ലിഫ്റ്റിൽ കയറുമ്പോഴത്തേക്കും അവനാണെങ്കിൽ ഇങ്ങനെ ക്ലോസ് ആയിട്ട് വരുമ്പോഴത്തേക്കും അവരുടെ ഇടയിൽ എന്തോ ഒരു സംതിങ് ഫീലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അവരുടെ മീറ്റിംഗ് റൂമാണ്. അപ്പോൾ അവിടെ മീറ്റിംഗ് നടക്കുമ്പോഴത്തേക്കും നമ്മുടെ ജെയിൻ ആണെങ്കിൽ PJനെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ നമ്മുടെ PJ ആണെങ്കിൽ വലിയ മൈൻഡൊന്നും കൊടുക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ നമ്മുടെ PJ ആണെങ്കിൽ അവനറിയാതെ അവനെ ഇങ്ങനെ നോക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ടേ. അത് കഴിഞ്ഞ് നമ്മുടെ PJക്കാണെങ്കിൽ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ്റെ ആ ഒരു ഷർട്ടിലൊരു മൈക്ക് ഇങ്ങനെ ഫിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവനാണെങ്കിൽ ഷർട്ടിലെ ബട്ടൺസ് ഇങ്ങനെ റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും അവൻ്റെ കഴുത്തിൽ കിടക്കുന്ന ആ ഒരു ചെയിൻ ആണെങ്കിൽ നമ്മുടെ ജെയിൻ ആണെങ്കിൽ കാണുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവനാണെങ്കിൽ ആ ഒരു ഷർട്ടൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ ആ ഒരു സൈലൻറ്റ് റൊമാൻസ് ഒക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അത് കഴിഞ്ഞ് PJ ആണെങ്കിൽ ഇങ്ങനെ റൂമിലിരിക്കുമ്പോഴത്തേക്കും ജെയിൻ ആണെങ്കിൽ കുറച്ച് ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവന്നിട്ട് പറയുന്നുണ്ട് ഈ ഒരു ഡോക്യുമെൻറ്റ്സിലൊക്കെ നിങ്ങൾ സൈൻ വേണം ഇന്ന് തന്നെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അവൻ ഓക്കേ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ജെയിൻ ആണെങ്കിൽ എന്തോ ഇങ്ങനെ പറയാനായിട്ട് വരുമ്പോഴത്തേക്കും PJ ആണെങ്കിൽ പറയുകയാണ് അത് എനിക്ക് ഇത് വായിക്കാൻ കുറച്ച് ടൈം വേണം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അങ്ങ് പറഞ്ഞു വിടുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് മറ്റേ സ്യൂ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണാണെങ്കിൽ ജെയിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് ഈ ഒരു സമ്മറി റിപ്പോർട്ട് നീ എനിക്ക് വേണ്ടി ഒന്ന് പ്രിപ്പയർ ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവനാണെങ്കിൽ അതെടുത്ത് നോക്കിയിട്ട് പറയാണ് ഇത് എൻ്റെ വർക്ക് അല്ലല്ലോ, ഇത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അല്ലേ, ഇത് നിങ്ങളല്ലേ ചെയ്യേണ്ടതെന്ന് പറയാണ്. അപ്പോൾ ആ ചെറുക്കൻ പറയാണ് നീ ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യും, ഞങ്ങൾക്ക് വേറെയും വർക്കുണ്ടെന്ന് പറയാണ്. അപ്പം അവൻ പറയുന്നുണ്ട് ഇല്ല പറ്റത്തില്ല, എനിക്ക് മിസ്റ്റർ ലിലാക്കിന് വേണ്ടിയിട്ട് ചെയ്തു തീർക്കാൻ വേറെയും വർക്കുണ്ടെന്ന് പറയാണ് അവൻ. എന്നിട്ട് ആ പെണ്ണാണെങ്കിൽ ഇങ്ങനെ പോകാനായിട്ട് പോകുമ്പോഴത്തേക്കും ഇങ്ങനെ വയ്യാത്തവണൊക്കെ ഇങ്ങനെ ആക്ട് ചെയ്യുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഇന്നലെ ഡോക്ടറിനെ കണ്ടതാണ്, പക്ഷേ എനിക്ക് ഉറക്കം ഒട്ടും ശരിയായില്ല. അപ്പം ആ ചെറുക്കനാണെങ്കിൽ പറയുന്നുണ്ട് നിനക്ക് വയ്യെങ്കിൽ നീ റെസ്റ്റ് എടുക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ പെണ്ണ് പറയുകയാണ് പക്ഷേ എനിക്ക് പറ്റത്തില്ല, എനിക്ക് ഈ റിപ്പോർട്ട് ഇന്ന് തന്നെ സബ്മിറ്റ് ചെയ്യണമെന്നൊക്കെ പറയണം. അപ്പം നമ്മുടെ ജെയിനാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഓക്കെ ഞാൻ എന്നാൽ ഹെൽപ്പ് ചെയ്യാമെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അവനാണെങ്കിൽ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യണം. അപ്പോൾ ഗ്യാപ്പാണെങ്കിൽ ചോദിക്കുന്നുണ്ട് നിനക്കറിയാമായിരുന്നല്ലോ അവൾ നിന്നോട് കള്ളവാ പറഞ്ഞതെന്ന്, പിന്നെ നീ എന്തിനാ അവളെ ഹെൽപ്പ് ചെയ്തതെന്ന് ചോദിക്കുവാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട് എനിക്കതിൻ്റെ കൂടെ ഇനി വേറൊരു ഡ്രാമയും കൂടെ കളിക്കാൻ സമയമില്ലായിരുന്നു എന്നിങ്ങനെ പറയാണ്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് PJ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു, ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയാണ് എനിക്കവിടെ ഒരുപാട് അൺകംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്നു എന്ന് പറയാണ്. ഞാൻ അവൻ്റെ കൂടെ 2 ആഴ്ചയായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അവൻ എൻ്റെ അടുത്ത് എപ്പോഴും ഒരു ഡിസ്റ്റൻ്റ് ആയിട്ട് നിന്നാണ് പെരുമാറുന്നതെന്നൊക്കെ പറയാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട് ഞാൻ അവനെ ട്രസ്റ്റ് ചെയ്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവൻ എന്നോട് ഇപ്പോഴും ദേഷ്യത്തിലാണ്, എനിക്ക് അവനോട് സോറി പറയണമെന്നുണ്ടെന്നൊക്കെ അവനിങ്ങനെ പറയാണ്. അപ്പം ഗ്യാപ്പ് പറയുന്നുണ്ട് സാരമില്ല എല്ലാം ശരിയാവുമെന്ന് പറയുന്നുണ്ടേ. അങ്ങനെ ആ ഒരു സീൻ അവിടെ കട്ടാകുമ്പോൾ പിന്നെ അടുത്ത ദിവസം ജെയിൻ ആണെങ്കിൽ ഓഫീസിൽ നിന്ന് അവൻ്റെ പണികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അവൻ്റെ പണിയല്ല സത്യം പറഞ്ഞാൽ മറ്റേ ആ സ്യൂ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിൻ്റെ പണിയാണ് അവൻ എല്ലാവരുടെ ചോദിച്ചു നടന്ന് ആ ഒരു റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവരാണെങ്കിൽ അവിടെ നിന്ന് ചുമ്മാ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവനാണെങ്കിൽ അതെല്ലാം ചെയ്തിട്ട് ആ പെണ്ണിൻ്റെ അടുത്ത് ആ ഒരു റിപ്പോർട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ പെണ്ണാണെങ്കിൽ അതിങ്ങനെ നോക്കുന്നുണ്ട്, നോക്കിയിട്ട് പറയുന്നുണ്ട് ഇതിൽ കുറച്ച് കറക്ഷനുണ്ട്, ഇതൊന്ന് കറക്റ്റ് ചെയ്യാനെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിൽ അങ്ങ് തിരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അവനാണെങ്കിൽ അവൻ്റെ സീറ്റിൽ വന്നിരുന്ന് അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് PJ വരുവാണേ. അങ്ങനെ PJ ആണെങ്കിൽ പറയുന്നുണ്ട് അവൻ്റെ അടുത്ത് ഓഫീസിലോട്ട് വരാൻ പറയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് അവർ രണ്ടുപേരുമാണെങ്കിൽ പറയുന്നുണ്ടോ അവനിന്ന് ശരിക്കും ബോസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജെയിനിനെ ഇങ്ങനെ ഓരോന്ന് പറയുകയാണ് കേട്ടോ. ഇവരുടെ വർക്കാണ് അവൻ ചെയ്തു കൊടുത്തത്, എന്നിട്ട് അവനെ തന്നെ ഇങ്ങനെ ഓരോന്നിരുന്ന് പറയുന്നു നോക്കണേ. അപ്പോൾ PJ ആണെങ്കിൽ ചോദിക്കുന്നുണ്ട് നീ ഇത്ര ലേറ്റായിട്ട് എന്തുവായിരുന്നു ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അവനാണെങ്കിൽ പറയുന്നുണ്ട് ഞാൻ വർക്ക് ചെയ്യുക എന്ന് പറയുകയാണ്. അപ്പം അവനാണെങ്കിൽ പറയുന്നുണ്ട് നിനക്ക് മനസ്സിലായില്ല ഞാൻ ചോദിച്ചത്, നീ ഇത്രയും ലേറ്റായിട്ടൊക്കെ ഇരുന്ന് എന്തിനാണ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്, നിൻ്റെ വർക്ക് ലോഡ് അത്രയും കൂടുതലാണോ, ഞാൻ നിനക്ക് ഒരുപാട് വർക്ക് തരുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ജെയിനാണെങ്കിൽ ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ PJ ആണെങ്കിൽ അവൻ്റെ അടുത്ത് അങ്ങോട്ട് ചോദിക്കുകയാണ് നീയാണോ ഈ ഒരു വീക്ക്ലി റിപ്പോർട്ട് എഴുതിയതെന്ന് ചോദിക്കുകയാണ്. അപ്പം അവനാണെങ്കിൽ അതേന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു പ്രോജക്റ്റ് തീരട്ടെ, എന്നിട്ട് ഞാൻ തന്നെ അവരുടെ അടുത്ത് ഡയറക്റ്റ്ലി സംസാരിച്ചോളാം എന്ന് പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ വർക്കൊക്കെ ഞാൻ നന്നായിട്ട് തന്നെ ചെയ്തോളാം എന്ന് പറയാണ്. അപ്പം അവനാണെങ്കിൽ പെട്ടെന്ന് എണീറ്റിട്ട് ഇങ്ങനെ ഫോൺ ചെയ്തിട്ട് അവരെ വിളിക്കുകയാണ് കേട്ടോ, അകത്തോട്ട് ഓഫീസിലോട്ട് വരാൻ പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട് നിൻ്റെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഒരുപാട് അങ്ങ് ഇമോഷണൽ ആവരുതെന്ന് ഇങ്ങനെ പറയാണ്. അങ്ങനെ അവരാണെങ്കിൽ അകത്തോട്ട് വരുന്നുണ്ട് കേട്ടോ. അവർ വന്ന ഉടനെ അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ ഓക്കെ അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ PJ ആണെങ്കിൽ പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ വീക്ക്ലി റിപ്പോർട്ട് വായിച്ചായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെ പറയണം. എന്നിട്ട് പറയുന്നുണ്ട് അതേപോലെ എനിക്കറിയാം അതെൻ്റെ സെക്രട്ടറിയാണ് എഴുതിയെന്നും എനിക്കറിയാമെന്ന് പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ജെയിനല്ല അത് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാനത് സ്വയം കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ജെയിൻ എന്നോടത് ഒരിക്കലും പറയത്തില്ലായിരുന്നു എന്ന് പറയാണ്.
എന്നിട്ട് അവൻ പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്യുന്ന കള്ളത്തരമൊന്നും ഞാൻ അറിയുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അതേപോലെ തന്നെ ജെയിൻ്റെ പൊസിഷൻ ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ജെയിൻ എൻ്റെ സെക്രട്ടറിയാണ്, എൻ്റേത് മാത്രമെന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ. ഇനി അവന് എക്സ്ട്രാ വർക്ക് എങ്ങാനും കൊടുത്തു എന്ന് ഞാൻ അറിഞ്ഞ, അതേപോലെ തന്നെ ഇനി എൻ്റെ പേഴ്സണിനെ വെറുതെ ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിപ്പിക്കരുതെന്ന് പറയാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നിങ്ങനെ പറയണം. അപ്പം അവരാണെങ്കിൽ പറയുന്നുണ്ട്, ഓക്കെ ഞങ്ങൾക്ക് മനസ്സിലായെന്നൊക്കെ പറയാണ്. അങ്ങനെ പി ജി ആണെങ്കിൽ അവനെ ഇങ്ങനെ സഹായിച്ചത് അവന് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. എന്നിട്ട് പി ജി ആണെങ്കിൽ അവൻ്റെ ആ ഒരു പ്ലേസ് മാറ്റുകയാണ് കേട്ടോ. അവൻ്റെ ആ ഒരു സീറ്റും കാര്യങ്ങളൊക്കെ ഇപ്പം പി ജിയുടെ അതേ റൂമിലോട്ട് തന്നെ ആക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പം അവനാണെങ്കിൽ പി ജി അടുത്ത് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്, അവനെ ഇങ്ങനെ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നതിന്. അപ്പം പി ജി ആണെങ്കിൽ പറയുന്നുണ്ട്, നീ എൻ്റെ സെക്രട്ടറി അല്ലേ എന്നിങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ ആ ഒരു സീൻ അവിടെ കട്ടാകുമ്പോൾ പിന്നെ കാണിക്കുന്ന ഡാനിനെയാണ്. അപ്പോൾ ഡാനിനെ കാണുമ്പോഴത്തേക്കും ജെയിൻ ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഡാൻ ആണെങ്കിൽ പറയുന്നുണ്ട്, അത് മൈ ഫാം എന്ന് പറഞ്ഞ എൻ്റെ ആപ്പാണത്, അപ്പോൾ അതിനെ പറ്റിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. അല്ല നീ ഇവിടെ ആണോ വർക്ക് ചെയ്യുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പം അവനാണെങ്കിൽ പറയുന്നുണ്ട്, അതെ ഞാൻ സിഇഒയുടെ സെക്രട്ടറി ആണെന്നിങ്ങനെ പറയണം. അപ്പം അതങ്ങനെ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് അവനങ്ങ് സ്റ്റക്ക് ആവുകയാണ് കേട്ടോ. കാരണം ഡാനിന് അറിയത്തില്ലല്ലോ സിഇഒ ആരാണെന്ന്. അപ്പം അവനാണെങ്കിൽ അപ്പോൾ അത് പറയാനും പറ്റുന്നില്ല. അപ്പം ഡാനാണെങ്കിൽ അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ ജെയിനും മീറ്റിംഗ് റൂമിലോട്ട് കയറി വരുന്നുണ്ട്. അപ്പം മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഡേ ആണെങ്കിൽ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. എന്നാൽ അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ പി ജെ കയറി വരുന്നത് കേട്ടോ. അപ്പോൾ പി ജെനെ കണ്ടതും ഡേ ആണെങ്കിൽ ശരിക്കും ഷോക്കാവുകയാണ്. അങ്ങനെ പി ജി ആണെങ്കിൽ അവൻ്റെ സീറ്റിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ്. എന്നാൽ അപ്പോഴും ഡാൻ്റെ ആ ഒരു ഷോക്ക് ഇങ്ങനെ വിട്ടു മാറിയിട്ടില്ല. അപ്പം പി ജി ആണെങ്കിൽ പറയുന്നുണ്ട്, നിനക്ക് വെറും 3 മിനിറ്റ് സമയമേ ഉള്ളൂ, അതിനുള്ളിൽ നീ നിൻ്റെ പ്രോജക്റ്റിനെ പറ്റിയിട്ട് ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാണ്. അങ്ങനെ അവനൊന്ന് ഓക്കെ ആയിട്ട് അവൻ്റെ ആ ഒരു മൈ ഫാം എന്ന് പറഞ്ഞ ആ ഒരു പ്രോജക്റ്റിനെ പറ്റിയിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പം നമ്മുടെ പി ജി ആണെങ്കിൽ ജെയിനെ തന്നെയാണ് കേട്ടോ ഇങ്ങനെ നോക്കുന്നത്. ജെയിനാണെങ്കിൽ അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്ത് എഴുതുന്നൊക്കെ ഉണ്ട്. അപ്പം അവൻ്റെ ആ ഒരു അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിനെ പറ്റിയിട്ടും അതിൻ്റെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയിട്ടും അതേപോലെ ആ ഒരു പ്രോഡക്ട്സ് എങ്ങനെ കസ്റ്റമറിലോട്ട് എത്തുന്ന കാര്യങ്ങൾ അങ്ങനെ എല്ലാം അവൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം അവൻ്റെ ആ ഒരു പ്രോജക്റ്റ് എല്ലാവർക്കും അത്യാവശ്യം ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം നമ്മുടെ പി ജി ആണെങ്കിൽ നോക്കുന്നത് ജെയിനെ തന്നെയാണ് കേട്ടോ. അവൻ്റെ ആ ഒരു റിയാക്ഷനും കാര്യങ്ങളൊക്കെയാണ് പി ജി നോക്കുന്നത്. ഇപ്പോൾ പി ജി ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എത്ര ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്, അതേപോലെ തന്നെ നിങ്ങൾ ഞങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് തരുമെന്ന് പറയുകയാണ്. അപ്പം അവനാണെങ്കിൽ പറയുന്നുണ്ട് 10 മില്യണും അതേപോലെ തന്നെ 25% എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ പി ജി ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, അത്രയും വാല്യൂ ഒക്കെ നിങ്ങളുടെ ഈ ഒരു കമ്പനിക്ക് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അവനാണെങ്കിൽ പറയുന്നുണ്ട്, ഉണ്ട്, എൻ്റെ പൊട്ടൻഷ്യലിൽ ഞാൻ ശരിക്കും കോൺഫിഡൻ്റ് ആണെന്നിങ്ങനെ പറയുകയാണ്. അത് കഴിഞ്ഞൊരു ലേഡി ആണെങ്കിൽ പറയുന്നുണ്ട്, ഞങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാമെന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവനാണെങ്കിൽ ഓക്കെ പറയണം. അങ്ങനെ ആ ഒരു മീറ്റിംഗ് അവിടെ കഴിയുകയാണേ. അത് കഴിഞ്ഞ് ജെയിനാണെങ്കിൽ ഇങ്ങനെ വീട്ടിൽ പോകാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ഡാൻ ആണെങ്കിൽ വരുന്നുണ്ട്. അപ്പം ഡാൻ ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെ പോകുന്നത്, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അവൻ പറയുന്നുണ്ട്, ഇല്ല വേണ്ട സാരമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ഡാൻ ആണെങ്കിൽ പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല, എനിക്ക് നിൻ്റെ വീട്ടിൽ വരാമല്ലോ, അതേപോലെ തന്നെ നിൻ്റെ പേരൻസിനെയും മീറ്റ് ചെയ്യാമല്ലോ എന്നൊക്കെ പറയുമ്പം അവനാണെങ്കിൽ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ നമ്മുടെ പി ജി ആണെങ്കിൽ കാണുന്നുണ്ടായിരുന്നു. അപ്പം ജെയിനാണെങ്കിൽ ഡാൻ്റെ കൂടെ ഇങ്ങനെ പോകുന്നതൊന്നും നമ്മുടെ പി ജിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞ് ജെയിനാണെങ്കിൽ നമ്മുടെ പി ജിയുടെ ക്യാബിനിലോട്ട് വരുവാണ്. എന്നിട്ട് അവനാണെങ്കിൽ ഒരു ഫയൽ വെച്ചിട്ട് ഇങ്ങനെ പോകാനായിട്ട് പോകുമ്പോഴത്തേക്കും അവനാണെങ്കിൽ പി ജിക്ക് കൊടുത്ത ആ ഒരു കുഞ്ഞു ഡോളില്ലേ, നമ്മുടെ പി ജിനെ കണക്കിരിക്കുന്ന ആ ഒരു കുഞ്ഞു ഡോള്, അതവൻ അവിടെ നിന്ന് കിട്ടുവാണേ. അതിൻ്റെ കൂടെ തന്നെ അവന് വേറൊരു ഡോളും കൂടെ കിട്ടുവാണ്. അതായത് അവനെ കണക്ക് തന്നെ ഇരിക്കുന്ന ഒരു ഫുട്ബോളൊക്കെ വെച്ചിട്ടുള്ള ഒരു കുഞ്ഞു ഡോളിനെ കാണുമ്പോഴത്തേക്കും അവൻ അത് കണ്ടിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ടേ. അങ്ങനെ അവനത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് പി ജെ വരുന്നത്. അപ്പം അവനത് കണ്ടെന്ന് മനസ്സിലാകുമ്പോൾ പി ജെ അവൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ച് അങ്ങോട്ടൊക്കെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഇതെനിക്ക് തറയിൽ കിടന്ന് കിട്ടിയതാണെന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം പി ജി ആണെങ്കിൽ അവനൊരു ലിസ്റ്റ് ഇങ്ങനെ കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഈ ഒരു റൗണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോജക്റ്റ് ഇതൊക്കെയാണെന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം അവനാണെങ്കിൽ അത് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഡാനിൻ്റെ ആ ഒരു പ്രോജക്റ്റ് കാണുന്നില്ല കേട്ടോ. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, പി ജി ആ ഒരു പ്രോജക്റ്റ് റിജക്റ്റ് ചെയ്തത് ഡാൻ്റെ കമ്പനി ആയതുകൊണ്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അവനാണെങ്കിൽ പറയുന്നുണ്ട്, എനിക്ക് അവൻ്റെ ഫേസ് ഇഷ്ടമല്ലെങ്കിൽ കൂടി ഞാൻ അതുകൊണ്ട് മാത്രമല്ല ഡിസിഷൻ എടുത്തത്, ബാക്കിയുള്ള എക്സിക്യൂട്ടീവ്സും എൻ്റെ കൂടെ എഗ്രി ചെയ്തതുകൊണ്ടാണെന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, മീറ്റിങ്ങിൻ്റെ സമയത്ത് എല്ലാവർക്കും ഓക്കെ ആയിരുന്നല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അവൻ പറയുന്നുണ്ട്, അതെ അവരുടെ കോൺസെപ്റ്റൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, എന്നാൽ അവരുടെ ആ ഒരു ബിസിനസ് മോഡൽ അത്ര നല്ലതല്ല, അതിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടെന്ന് പറയുകയാണ് അവൻ. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, നമ്മുടെ കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുന്നത് പ്രോഫിറ്റിന് വേണ്ടിയിട്ടോ അല്ലാതെ മറ്റുള്ളവരുടെ പേഴ്സണൽ പ്രിഫറൻസിനോ അല്ലെങ്കിൽ അവരുടെ പാഷനോ വേണ്ടിയിട്ടല്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, നിനക്കെൻ്റെ ഡിസിഷൻ ഇഷ്ടമായില്ലെങ്കിൽ നിനക്ക് റിസൈൻ ചെയ്യാമെന്ന് പറയുകയാണ്. അപ്പം ജെയിനാണെങ്കിൽ പറയുന്നുണ്ട്, നീ എൻ്റെ അടുത്ത് ഇപ്പോഴും ദേഷ്യത്തിലാണോ, അതുകൊണ്ടാണോ ഞാൻ നിൻ്റെ അടുത്തുള്ളത് നിനക്ക് ഇഷ്ടമല്ലാത്തതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പി ജി ആണെങ്കിൽ പറയുന്നുണ്ട്, നിനക്ക് ഓർമ്മയുണ്ടോ നിൻ്റെ ലാസ്റ്റ് റിക്വസ്റ്റ്, ഞാൻ നിൻ്റെ ലൈഫിൽ നിന്ന് തന്നെ പോകണമെന്ന്. ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാനത് കീപ്പ് ചെയ്യുമായിരുന്നു. ഞാൻ നിൻ്റെ അടുത്ത് റിസൈൻ ചെയ്യാൻ പറഞ്ഞതിൻ്റെ റീസൺ, നീ എൻ്റെ കൂടെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നതിൽ നീ ഹാപ്പി അല്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയുകയാണ് അവൻ.
ഞാൻ പോകാനായിട്ട് പോകുമ്പോഴത്തേക്കും പി ജിയുടെ കയ്യിൽ കയറി പിടിക്കുകയാണ് കേട്ടോ ജീൻ. എന്നിട്ട് അവനോട് സോറിയൊക്കെ ചോദിക്കുന്നുണ്ട്, അവനെ വിശ്വസിക്കാതിരുന്നതിനും അതേപോലെ തന്നെ പുട്ടിൻ്റെ കാര്യത്തിൽ അവനെ തെറ്റിദ്ധരിച്ചില്ലേ അതിനുമൊക്കെ അവൻ സോറി ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ ലൈഫിൽ നിന്ന് പി ജി എടുത്ത് പോകാനൊക്കെ പറഞ്ഞില്ലേ അതിനെപ്പറ്റിയൊക്കെ അവനാണെങ്കിൽ സോറി ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് പ്ലീസ് എന്നോട് ക്ഷമിക്കാൻ പറയുന്നുണ്ട്. പി ജിക്കാണെങ്കിൽ അവനോട് ക്ഷമിക്കണമെന്നുണ്ട്, എങ്കിൽ കൂടി അവൻ്റെ ഉള്ളിലുള്ള ആ ഒരു സങ്കടം കാരണം ജെയിൻ്റെ കൈ വിട്ടിട്ട് അവനാണെങ്കിൽ അങ്ങ് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ജെയിനും അവൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ പുട്ടിൻ്റെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ്. എന്നിട്ട് അവൻ്റെ ആ ഒരു ഫോട്ടോയുടെ മുമ്പിൽ നിന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുവാണേ. എന്നിട്ട് അവൻ്റെ അമ്മയാണെങ്കിൽ അവരുടെ എല്ലാവർക്കും താങ്ക്സ് പറയുന്നുണ്ട്. ഇപ്പം 5 വർഷം കഴിഞ്ഞിരിക്കുകയാണ്, എന്നിട്ടും നിങ്ങൾ എല്ലാ വർഷവും അവന് വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നതിന് അവരുടെ അടുത്ത് താങ്ക്സ് പറയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് അവൻ്റെ അമ്മയാണെങ്കിൽ ജെയിനിൻ്റെ അടുത്ത് പ്രത്യേകം താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്, അവൻ ജീവിച്ചിരുന്നപ്പോൾ അവനെ നന്നായിട്ട് തന്നെ കെയറൊക്കെ ചെയ്തതിന്. അത് കഴിഞ്ഞ് അവരാണെങ്കിൽ പുട്ടിൻ്റെ റൂമിലോട്ട് വരുവാണ്. അപ്പം ജെയിനാണെങ്കിൽ അവരുടെ അടുത്ത് പറയുന്നുണ്ട് എനിക്ക് പുട്ടിൻ്റെ ആ ഒരു കേസിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഒന്നുകൂടെ അറിയണമെന്ന് പറയാണ്. എന്നിട്ട് അവനാണെങ്കിൽ അവരുടെ അടുത്ത് സോറി പറയുന്നുണ്ട്, പക്ഷേ എനിക്കിത് അറിഞ്ഞേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ലൈഫ് ഫുള്ള് അതിനെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട് പുട്ടിനെ ഇടിച്ച ആ ഒരു പയ്യൻ ഭയങ്കര ഡ്രങ്കായിട്ടായിരുന്നു ഡ്രൈവ് ചെയ്തത്, അതേപോലെ തന്നെ ആ ചെറുക്കൻ ഒരു വലിയ പണക്കാരൻ്റെ മകനുമായിരുന്നു. അപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു സത്യത്തിൽ എന്ത് ചെയ്യണമെന്ന്. എന്നാൽ അപ്പോഴാണ് ഒരു ലേഡി എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നത്. അവരെന്നെ എവിഡൻസ് കളക്ട് ചെയ്യാനും അതേപോലെ തന്നെ വിറ്റ്നസ്സിനെയൊക്കെ കണ്ടുപിടിക്കാനും ഒക്കെ എന്നെ സഹായിച്ചു എന്ന് പറയുകയാണ്. എന്നിട്ട് അവരിതെല്ലാം ഫ്രീ ആയിട്ടാണ് എനിക്ക് ചെയ്തു തന്നതെന്ന് പറയുകയാണ്. എന്നിട്ട് അവരാണെങ്കിൽ ആ ഒരു ലേഡിയുടെ ഫോട്ടോയും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വേറെ ആരുമല്ല കേട്ടോ, അത് ആ ഒരു റോസ് എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ് തന്നെയാണ്. അതായത് നമ്മുടെ പി ജിയുടെ ആ ഒരു ലീഗലായിട്ടുള്ള ലോയർ കേട്ടോ. അങ്ങനെ ഇത് കണ്ട് ഷോക്കായിട്ട് അവനാണെങ്കിൽ നേരെ നമ്മുടെ പി ജിനെ കാണാനായിട്ട് കമ്പനിയിലോട്ട് വരുവാണ്. എന്നിട്ട് അവനാണെങ്കിൽ പറയുന്നുണ്ട് എനിക്ക് പി ജിയുടെ അടുത്ത് അത്യാവശ്യമായിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ അവരാണെങ്കിൽ റൂമിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ജെയിനാണെങ്കിൽ അവനോട് ആദ്യമേ താങ്ക്സ് പറയുന്നുണ്ട് എനിക്ക് വേണ്ടി കുറച്ച് ടൈം തന്നതിന്. അപ്പം പി ജി ആണെങ്കിൽ പറയുന്നുണ്ട് നിനക്ക് എന്താ പറയണതെന്ന് വെച്ചാൽ പെട്ടെന്ന് പറയാൻ പറയുന്നുണ്ട്. അപ്പം അവനാണെങ്കിൽ പറയുന്നുണ്ട് ഞാൻ സത്യമെല്ലാം അറിഞ്ഞു എന്ന് പറയാണ്. നിങ്ങൾ പുട്ടിൻ്റെ കേസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് റോസിനെ വിട്ടതും അതേപോലെ തന്നെ അവൻ്റെ ഫാമിലിനെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്ത കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് പറയാണ്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് ഇതൊന്നും എന്താ എൻ്റെ അടുത്ത് നേരത്തെ പറയാമായിരുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം അവനാണെങ്കിൽ പറയുന്നുണ്ട് ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞാൽ നീ അതൊക്കെ വിശ്വസിക്കുമോ, നീ എപ്പോഴെങ്കിലും എന്നെ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജെയിനാണെങ്കിൽ ചോദിക്കുന്നുണ്ട് നീ ഇപ്പോഴും എന്നോട് ദേഷ്യത്തിലാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അവൻ പറയുന്നുണ്ട് എനിക്ക് എന്നോട് തന്നെയാണ് ദേഷ്യവും എന്നിങ്ങനെ പറയാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട് ഞാൻ നിൻ്റെ ലൈഫിൽ വന്നപ്പോൾ തൊട്ട് നിൻ്റെ ലൈഫിൽ പ്രശ്നങ്ങളല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഇത് തന്നെയാണ് നല്ലത്, നിൻ്റെ ആ ഒരു ഓർഡിനറി ലൈഫ് നിനക്ക് തിരിച്ചു തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയാണ്. അപ്പോൾ ജെയിനാണെങ്കിൽ അവൻ്റെ അടുത്ത് സോറി ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് നമുക്കൊന്നുകൂടെ സ്റ്റാർട്ട് ചെയ്തുകൂടെ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ പി ജി ആണെങ്കിൽ അവൻ്റെ കൈ വിട്ടിട്ട് അങ്ങ് പോകാനായിട്ട് നോക്കുവാണേ. എന്നാൽ നമ്മുടെ ജെയിനാണെങ്കിൽ അവനെ വിടാതെ ഇങ്ങനെ പെട്ടെന്ന് കയറി അങ്ങ് ഹഗ് ചെയ്യുമ്പോഴത്തേക്കും അവരങ്ങ് വീഴാനായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ അവർ ക്ലോസ് ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഇതും കൂടെ ആകുമ്പോഴത്തേക്കും നമ്മുടെ പി ജിയുടെ കൺട്രോൾ ഫുള്ളായിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. അങ്ങനെ അവർ കിസ് ചെയ്യാനായിട്ട് വരുന്ന ഈ ഒരു മൊമെൻറ്റോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് എൻഡ് ആവുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.